ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേസുമായി മത്സരിക്കുന്ന സമയത്ത് നമ്മൾ SFIയാണ് തോൽപ്പിക്കേണ്ടത്. വളരെ കുറച്ച് ബോക്സുകൾ മാത്രം വെച്ച് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ വിളിച്ചെന്ന് പറയുന്നത് ഇത് പറ്റില്ല, നിങ്ങളെ പറ്റുമോ, എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് നടത്തുമ്പോൾ നിങ്ങളും നടത്തിക്കോ, അന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ എങ്ങനെ അന്ന് പലതും പറയും, പക്ഷേ എന്നും പറഞ്ഞ് ഇപ്പൊ അങ്ങ് സമ്മതിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതിന് നാടൻ ഭാഷയിൽ വേറെ പലതുമാണ് പറയുന്നത്. ഇവരെ ഒന്ന് പറയുന്നത് ആ CI അടുത്താണ് പറയുന്നത്. 1, 2, 3 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന LDF-ഉം നിങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ജനാധിപത്യപരമായി നമ്മൾ നീങ്ങുന്ന സമയത്ത് അന്ന് നിങ്ങൾ കാപ്പ് വെക്കാൻ വേണ്ടി ഹലോ മോനെ അണ്ണൻ പറഞ്ഞതൊന്നും കേൾക്കണേ എന്ന് പറയാൻ വേണ്ടി ഒരണ്ണനും നിങ്ങളെ വിളിക്കാൻ കാണില്ല, ഒരണ്ണനും നിങ്ങളെ പിന്തുണയ്ക്കാൻ കാണില്ല. ഇവിടെ UDF-ന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ KSUവിന്റെ വിജയത്തിന് വേണ്ടി സെപ്റ്റംബറിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പാണിത്. 3 or 4 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബറിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പാണ്. അന്ന് പ്രിയപ്പെട്ട നമ്മുടെ കോളേജിന്റെ കണ്ണിനുണ്ണിയായിരുന്നൊരു പ്രിൻസിപ്പള് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണിനുണ്ണിയാവുന്നതിന് പകരം SFIയുടെ നേതൃത്വത്തിന് കണ്ണിനുണ്ണിയായതിന്റെ ഭാഗമാണ് നമ്മൾ 3-4 മാസം കഴിഞ്ഞ് ഇലക്ഷൻ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് ആദ്യത്തെ വട്ടമാണോ ഇങ്ങനെ? ഒന്നാമത്തെ തവണ നമ്മൾ യൂണിയൻ പിടിക്കുന്ന സമയത്ത് 14 വർഷങ്ങൾക്ക് ശേഷം ഈ വർക്കല SN കോളേജിന്റെ ശിവഗിരിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ കലാലയ മുറ്റത്ത് നമ്മൾ യൂണിയൻ പിടിക്കുന്ന സമയത്ത് അന്ന് ഇതുവരെ ഇലക്ഷൻ അട്ടിമറിച്ചു. 3 മാസം കഴിഞ്ഞ് നമ്മൾ നടത്തി. അന്നെന്താ ഉണ്ടായത്? മുഴുവൻ സീറ്റിലും KSU വിജയിച്ചു. രണ്ടാമത്തെ വർഷം ഒരു അട്ടിമറിക്കാൻ ശ്രമിച്ചു. അന്നെന്താ ഉണ്ടായത്? മുഴുവൻ സീറ്റിലും KSU ജയിച്ചു. മൂന്നാമത്തെ വർഷം അതായത് ഇന്നത്തെ ദിവസം ഇവർ അട്ടിമറിക്കപ്പെട്ടിട്ടും എല്ലാത്തിനും മുകളിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ട എന്റെ ഏറെ പ്രിയപ്പെട്ട വർക്കലത്തെ CIയോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീടും എന്റെ വീടും അടുത്തടുത്താണോ? നമ്മൾ തമ്മിൽ വല്ല അതിർത്തി തർക്കത്തിന്റെ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കുടിവെള്ളം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഒരു ബക്കറ്റ് കുടിവെള്ളം ഞാൻ അധികം കോരി എന്ന് പറഞ്ഞ് CIയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്തരത്തിലുള്ള മനോഭാവമാണ് വർക്കലത്തെ CI കാണിക്കുന്നത്. അത്തരത്തിലുള്ള മനോഭാവം ദയവ് ചെയ്ത് ഞങ്ങളൊക്കെ സാറിന്റെ അനിയന്റെ പ്രായം മാത്രമാണുള്ളത്, അനിയത്തിമാരുടെ പ്രായം മാത്രമാണുള്ളത്. ബഹുമാനപ്പെട്ട CI തെറ്റുതിരുത്തണം. ഇത്തരം ഇടതുപക്ഷ നിലപാടുകൾക്ക് കൂട്ടുനിൽക്കരുത്, ഇത്തരം അനീതികൾക്ക് കൂട്ടുനിൽക്കരുത്, ഇത്തരം സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിൽക്കരുത്. താങ്കൾ കൂട്ടുനിൽക്കേണ്ടത് ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഈ നാടിന്റെ ജനാധിപത്യത്തെ പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയും ഈ നമ്മുടെ നാട്ടില് അഴിമതിയും അല്ലെങ്കിൽ തമ്മിൽ തല്ലും തല്ലുകളും ബഹളങ്ങളൊന്നും ഇല്ലാതെ നോക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന CPM ജില്ലാ സെക്രട്ടറിയോട് ഞങ്ങളൊരു കാര്യം ആവർത്തിച്ച് പറയുന്നു. ഏറെ പ്രിയപ്പെട്ട ജോയി എണ്ണ, നിങ്ങൾ വേറെ എവിടെയും പോയി മത്സരിക്കരുത്. നിങ്ങളെ ഞങ്ങൾക്ക് വേണം. 10-10,000 വോട്ടിന് വർക്കല നിയോജക മണ്ഡലത്തിന് UDF-ന് ജയിക്കാൻ വർക്കല MLA ആയിട്ടുള്ള V ജോയി എണ്ണ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രം. LDF-ന്റെ ആരെങ്കിലുമൊക്കെ LDF-ന്റെ ഏറ്റവും വലിയ നേതാവ് വർക്കല CIയാണ്. അദ്ദേഹം ഇവിടെ എന്റെ വാക്കുകൾ ശ്രവിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറയുകയാണ്, രാത്രി 10 മണി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അണ്ണനോട് വിളിച്ചു പറയണം, അണ്ണാ വർക്കല നിങ്ങൾ മത്സരിപ്പിക്കണം. വർക്കല നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ UDF ഉണ്ടെന്ന് നിങ്ങളെ പ്രിയപ്പെട്ട പറഞ്ഞ് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ KSUവിനെ സ്നേഹിച്ച, KSUവിനെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച ഇന്നും ഇന്നലെയുമായിട്ടുള്ള ദിവസം, ഇന്നിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഇന്നാണതായി കോളേജ് തുറക്കുന്ന ദിവസം. കോളേജ് തുറക്കുന്ന ദിവസം നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മൾ യൂണിയൻ ജയിച്ചു. ഈ യൂണിയൻ പലരും എന്റെ പേരൊക്കെ ഉൾപ്പെടെ പറയുന്നതായിട്ട്, പക്ഷെ എന്റെ പേരിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ട നൈസാമിക്കയുടെ പേര്, പ്രിയപ്പെട്ട PM ബഷീറിന്റെ പേര്. നൈസാമി ഈ ചാർത്തി തന്ന 3-4 കേസുകളുമായി ബന്ധപ്പെട്ട് അടുക്കളയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നൈസാമിക്കാരുടെ 3-4 ദിവസം അടുക്കളയിൽ 2-3 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഉൾപ്പെടെ നൈസാമിക്കാരെ ഉൾപ്പെടെ വീടുകളിൽ 3-4 വട്ടം പോലീസ് കയറിയിട്ടുണ്ട്. എന്റെ രക്ഷകർത്താക്കളെ ഉൾപ്പെടെ വിരട്ടിയിട്ടുണ്ട്. അതിനെല്ലാത്തിനുമുള്ള മറുപടിയാണ് ഇന്നത്തെ വിജയം. ആ വിജയത്തിന് നേതൃത്വം കൊടുക്കാൻ വർക്കല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസുകാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത് JDS സ്വാഗതം ചെയ്യുന്നു. വർക്കല SN കോളേജിൽ മുഴുവൻ സീറ്റിലും KSU. ഓക്കെ.